ഗൈസ്, അപ്പോൾ ഈ കാണുന്ന സീറ്റ് ഹണ്ടറിനകത്ത് ഈ ഡിസ്ക് എങ്ങനെ സെറ്റ് ചെയ്തെന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നതായിട്ടുള്ളത്. ഗൈസ്, അപ്പോൾ ഇതിനകത്ത് എടുത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പൾസറിൻ്റെ ഫുൾ സെറ്റാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് ഒന്നും അധികമായിട്ട് മേടിക്കേണ്ടി വന്നില്ല. ആക്കപ്പാടെ മേടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബെയറിങ്ങും അതേപോലെ തന്നെ ആക്സിലും മാത്രമേ മേടിക്കേണ്ടി വന്നുള്ളൂ. ബാക്കിയെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല നീറ്റ് സാധനം തന്നെ ആയിരുന്നു. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇതിനകത്ത് സ്റ്റോക്ക് വരുന്ന ബെയറിങ് ഇതാണ് എൻ്റെ സീറ്റ് ഹണ്ടറിനകത്ത്. ഇത് പൾസറിൻ്റെ ഡയറക്റ്റ് സൂട്ടാവുന്ന ബെയറിങ്. പക്ഷേ ഇത് കിട്ടാൻ കുറച്ച് പാടാണ്. പുതിയത് കിട്ടുമോയെന്ന് അറിയത്തില്ല. ഞാൻ സെക്കൻഡാണ് എടുത്തത്. പക്ഷേ ഇപ്പോൾ സെക്കൻഡിന് 10 രൂപയേ ഉള്ളൂ. പക്ഷേ കിട്ടാൻ നല്ല പാടാണ്. കുറേ അലയേണ്ടി വരും. പിന്നെ നമ്മൾ വണ്ടി കൊടുത്തിരുന്നത് വെച്ച് കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിലായിരുന്നു ഡയറക്റ്റ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിക്കകത്ത് വീഡിയോ കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇതാണ് പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വണ്ടിയുടെ ലുക്ക് വരുന്നത്. അത്യാവശ്യം ലുക്ക് നല്ലപോലെ ചേഞ്ച് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈറ്റും ശകലം കൂടിയിട്ടുണ്ട്. ഈ സെറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഇഷ്യൂ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിബർ നല്ല ടൈറ്റ് ആയിരുന്നു. അത് സംഭവം 2 വാഷർ കാലിബറിനട്ട് വരുന്ന ഭാഗത്ത് 2 വാഷർ അഡീഷണൽ ആഡ് ചെയ്തപ്പോഴത്തേക്കിന് ആ ഇഷ്യൂ മാറി കിട്ടി. അത്യാവശ്യം നല്ല നീറ്റ് ലുക്കാണ് വരുന്നത്. ഇപ്പം തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.